നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ശുചിത്വ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ടുള്ള സംസ്ഥാനതല ശുചിത്വ ഗ്രേഡിംഗിൽ കുന്നംകുളം നഗരസഭയ്ക്ക് 2ാം സ്ഥാനം. കണ്ണൂരിൽ നടന്ന ചടങ്ങിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷിൽ നിന്നും നഗരസഭാ അധികൃതർ പുരസ്കാരം ഏറ്റുവാങ്ങി. നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, സെക്രട്ടറി KK മനോജ്, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ മിനി മോൺസി, മിഷ സെബാസ്റ്റ്യൻ, പുഷ്പ ജോൺ, നഗരസഭാ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ എന്നിവർ ചേർന്നാണ് അവാർഡ് സ്വീകരിച്ചത്. മാതൃകാപരമായ പ്രവർത്തനങ്ങൾ, ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണ സംവിധാനങ്ങളും ജനപങ്കാളിത്തം ഉറപ്പാക്കുന്ന ശുചിത്വ പ്രവർത്തനങ്ങളുമാണ് കുന്നംകുളം നഗരസഭയെ ഈ നേട്ടത്തിലേക്ക് നയിച്ചത്. കാര്യക്ഷമമായ വാതിൽപ്പടി മാലിന്യ ശേഖരണവും പ്ലാസ്റ്റിക് മാലിന്യ നിയന്ത്രണം, വീടുകളിൽ മാലിന്യ സംസ്കരണത്തിനായി വ്യക്തിഗത ഉപാധികൾ കൃത്യമായി വിതരണം ചെയ്യുക, പൊതുയിടങ്ങളിൽ കൃത്യമായി ശുചീകരിക്കുന്നതിലും മാലിന്യ സംസ്കരണ പ്ലാന്റുകളുടെ പ്രവർത്തനത്തിലും പുലർത്തിയ മികവ്, വിദ്യാലയങ്ങൾ, വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവയെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ബോധവൽക്കരണ ക്യാമ്പയിനുകൾ, ഭരണസമിതി, ഉദ്യോഗസ്ഥർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, പൊതുജനങ്ങൾ എന്നിവരുടെ ഏകോപിത പ്രവർത്തനത്തിന്റെ ഫലമായാണ് ഈ അംഗീകാരം. സംസ്ഥാനതലത്തിൽ ലഭിച്ച പുരസ്കാരം നഗരസഭയുടെ ഭാവി പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ദിശാബോധം നൽകുമെന്ന് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ പറഞ്ഞു. ശുചിത്വം ഒരു കൂട്ടായ ഉത്തരവാദിത്തമാണെന്ന സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ നഗരസഭ കൈക്കൊണ്ട പദ്ധതികൾ ശ്രദ്ധേയമായതായും അവർ കൂട്ടിച്ചേർത്തു. ഗുരുവായൂരിൽ ഡെങ്കിപ്പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. ചാമുണ്ടേശ്വരി നക്ഷത്ര മരതകം ഫ്ളാറ്റിൽ താമസിച്ചിരുന്ന കരുവന്നൂർ പടിഞ്ഞാറത്ത് വീട്ടിൽ മോഹനൻ നായർ ഭാര്യ സൗദാമിനിയാണ് മരിച്ചത്. 70 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചതോടെ ആരോഗ്യ വിഭാഗം മേഖലയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തി. രമ്യ, സേതുലക്ഷ്മി എന്നിവർ മക്കളാണ്. കുന്നംകുളം ജംഗ്ഷൻ പട്ടാമ്പി പാതയിൽ സീബ്ര ലൈൻ ഇല്ലാത്തത് കാൽനട യാത്രക്കാർക്ക് ദുരിതമാകുന്നു. കഴിഞ്ഞ ദിവസമാണ് തൃശൂർ കലമ്പുറം പാതയുടെ ഉദ്ഘാടനം നടന്നത്. എന്നാൽ റോഡ് നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മുമ്പുണ്ടായിരുന്ന സീബ്ര ലൈൻ ഇതുവരെ പുനഃസ്ഥാപിച്ചിട്ടില്ല. കോഴിക്കോട്, കുറ്റിപ്പുറം, പാലക്കാട് ഭാഗങ്ങളിലേക്കുള്ള ബസ് സ്റ്റോപ്പുകളിലേക്ക് എത്തുന്നതിനായി യാത്രക്കാർ തിരക്കേറിയ റോഡ് മുറിച്ചു കടക്കേണ്ടി വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. സീബ്ര ലൈൻ ഇല്ലാത്തത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നതായി യാത്രക്കാർ പറയുന്നു. പലപ്പോഴും ഭാഗ്യം ആശ്രയിച്ചാണ് റോഡ് കടക്കേണ്ടിയിരിക്കുന്നതെന്നും കാൽനട യാത്രക്കാർ പറഞ്ഞു. റോഡ് നിർമ്മാണം പൂർത്തിയായിട്ടും കാൽനടയാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്ന അടയാളങ്ങൾ സ്ഥാപിക്കാത്തത് അധികൃതരുടെ അനാസ്ഥയാണെന്ന് നാട്ടുകാർ ആരോപിച്ചു. തൃശൂർ റോഡിലെ പഴയ ബസ് സ്റ്റോപ്പ് ഭാഗത്ത് സീബ്ര ലൈൻ നിലവിലുണ്ടെങ്കിലും വടക്കാഞ്ചേരി റോഡിൽ അത് പാതി മാന നിലയിലാണ്. അപകടങ്ങൾ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി പട്ടാമ്പി പാതയിലെ മലായ ജംഗ്ഷൻ ഉൾപ്പെടെയുള്ള പ്രധാന ഭാഗങ്ങളിൽ അടിയന്തരമായി സീബ്ര ലൈൻ പുനഃസ്ഥാപിക്കണമെന്ന് യാത്രക്കാരും നാട്ടുകാരും ആവശ്യപ്പെട്ടു. ചരിത്രപ്രസിദ്ധമായ വേലൂർ മണിമലർക്കാവ് കുതിരവേല ഫെബ്രുവരി 22, 23, 24 തീയതികളിൽ ആഘോഷിക്കും. ജാതിമതഭേദമന്യേ 10,000 പങ്കെടുക്കുന്ന കുതിരവേല തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ CCTV തത്സമയം സംപ്രേഷണം ചെയ്യും. നാദവർണ്ണങ്ങൾ പെയ്തിറങ്ങുന്ന കുതിരവേല അശ്വതി വേലയിൽ വേലൂർ ദേശക്കുതിരയുടെ എഴുന്നള്ളിപ്പോടെയാണ് തുടക്കമാവുക. അശ്വതി നാളിൽ വേലൂർ ദേശക്കുതിരയും അമ്പലത്തിരുക്കുതിരയും അമ്പലവട്ടം ദേശക്കുതിര, കുട്ടിക്കുതിരകളടക്കമാണ് ക്ഷേത്രത്തിലെത്തുക. ഭരണിവേലയിൽ ദേശക്കുതിരകളായ തയ്യൂർ, തണ്ടിലം, എരുമപ്പെട്ടി, RMS നഗർ, പാത്രമംഗലം, പഴവൂർ, വെള്ളാറ്റഞ്ഞൂർ, കരിയന്നൂർ ദേശക്കുതിരകളും വിവിധ ഉത്സവ കമ്മിറ്റികളായ വേലൂർ തെക്കുമുറി വാഞ്ചു നഗർ, ഹഷ്മി നഗർ, ഐമു നഗർ, പഞ്ചമി നഗർ, കാഞ്ഞിരാൽ, മൈത്രി നഗർ, കുറുമാൽ, ശാന്തി നഗർ എന്നിവിടങ്ങളിലെ കുതിരകളും കുട്ടിക്കുതിരകളും ക്ഷേത്രത്തിലെത്തും. സന്ധ്യയ്ക്ക് വേലയുടെ പ്രധാന ആകർഷണമായ പ്രസിദ്ധമായ അരിത്താലത്തിന് തിരികൊളുത്തും. രാത്രി 10-ന് പ്രസിദ്ധമായ അരിപ്പറമേളം ആരംഭിച്ച് പുലർച്ചെ 1 മണിക്ക് സമാപിക്കും. അരിപ്പറമേളത്തിന് കേരള കലാമണ്ഡലം കക്കാട് രാജപ്പൻ മാരാർ നേതൃത്വം നൽകും. കാർത്തികവേലയിൽ രാവിലെ മേളത്തിന്റെ അകമ്പടിയോടെ കുതിരകളുടെ കൂട്ടിയെഴുന്നള്ളിപ്പും ഉണ്ടാകും. ക്ഷേത്ര ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി കീഴ്മണ്ഠയൂർ നീലകണ്ഠൻ നമ്പൂതിരി മുഖ്യ കാർമ്മികനാകും. മേൽശാന്തി വൈകുണ്ഠം നാരായണൻ നമ്പൂതിരി സഹകാർമ്മികത്വം വഹിക്കും. ഉത്സവാഘോഷങ്ങൾക്ക് ക്ഷേത്രം ട്രസ്റ്റി ശിവദാസൻ പെരുവഴിക്കാട്ട്, പ്രസിഡന്റ് ശ്രീരാമൻ തെക്കൂട്ട്, സെക്രട്ടറി സുജീഷ് അരുവാത്തോട്ടിൽ, ജനറൽ കൺവീനർ രാകേഷ് മേനോത്തുപറമ്പിൽ തുടങ്ങിയവർ നേതൃത്വം നൽകും. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് മുന്നോടിയായുള്ള സഹസ്രകലശ ചടങ്ങുകൾക്ക് തുടക്കമായി. നാലമ്പലത്തിൽ ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന് കൂറയും പവിത്രവും നൽകി ആചാര്യവരണം നടത്തിയ ശേഷമാണ് കലശ ചടങ്ങുകൾ തുടങ്ങിയത്. 16 വെള്ളി മുളം പാലികകളിൽ 12 ധാന്യങ്ങൾ വിതച്ച തന്ത്രി ചേനാസ് കൃഷ്ണൻ നമ്പൂതിരിപ്പാട് മുളയിടൽ ചടങ്ങ് നിർവഹിച്ചു. തുടർന്നുള്ള ദിവസങ്ങളിൽ ഉത്സവത്തിന്റെ ഭാഗമായുള്ള ശുദ്ധികർമ്മങ്ങളും ഹോമവും അഭിഷേകവുമാണ്. 27-നാണ് സഹസ്രകലശം.
1000 കുടങ്ങളിലെ കലശം ഭഗവാന് അഭിഷേകം ചെയ്യും. തുടർന്ന് കൂത്തമ്പലത്തിൽ നിന്ന് ബ്രഹ്മകലശം എഴുന്നള്ളിച്ച് ശ്രീലകത്തെത്തിച്ച് അഭിഷേകം ചെയ്യുന്നതോടെ ചടങ്ങ് പൂർത്തിയാകും. കലശച്ചടങ്ങുകൾ ആരംഭിച്ചാൽ ഉത്സവം കഴിയുന്നതുവരെ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് നാലമ്പലത്തിലേക്ക് പ്രവേശനമുണ്ടാകില്ല. ക്ഷേത്രാഭിവൃദ്ധിക്കും ചൈതന്യവർദ്ധനവിനും വേണ്ടിയാണ് ഉത്സവത്തിന് മുന്നോടിയായി 8 ദിവസങ്ങളിലായി സഹസ്രകലശ ചടങ്ങുകൾ നടത്തുന്നത്. 28-ന് ഉച്ചതിരിഞ്ഞ് 3-ന് ആനയോട്ടത്തിന് ശേഷം രാത്രിയിലാണ് ഉത്സവത്തിന് കൊടിയേറുക. മാർച്ച് 9-ന് ആറാട്ടോടെ കൊടിയിറങ്ങും. തൃശൂർ മെഡിക്കൽ കോളേജ് 33 kV സബ്സ്റ്റേഷന്റെയും ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസ് മന്ദിരത്തിന്റെയും നിർമ്മാണോദ്ഘാടനം നടന്നു. വൈദ്യുതി വകുപ്പ് മന്ത്രി കൃഷ്ണൻകുട്ടി ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പിള്ളി അധ്യക്ഷനായി. ചീഫ് എഞ്ചിനീയർ കെ ശാന്തി റിപ്പോർട്ട് അവതരിപ്പിച്ചു. അവണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഹരിദാസ്, വൈസ് പ്രസിഡന്റ് കെ കൃഷ്ണകുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം PK പ്രസാദ്, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ PS ഇന്ദു തുടങ്ങിയവർ പങ്കെടുത്തു. അപ്പോൾ അതുൾപ്പെടെയുള്ള നമ്മുടെ മെഡിക്കൽ കോളേജിലെ വിവിധ പദ്ധതികൾ ബഹുമാനപ്പെട്ട വീണ ജോർജ് മിനിസ്റ്റർ ഓൺലൈനിൽ ഒരു ഉദ്ഘാടന പരിപാടി കൂടി ആലോചിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും ചെറിയ സമയം കൊണ്ട് KSEB-യിലെ ജീവനക്കാരും അവണൂർ ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികളും എല്ലാവരും ചേർന്ന് രൂപപ്പെടുത്തിയ ഇടപെടലിൻ്റെ ഭാഗമായി ഔപചാരികതയുടെ പേരിലാണെങ്കിൽ പോലും നമ്മുടെ ബഹുമാനപ്പെട്ട കൃഷ്ണൻകുട്ടി മിനിസ്റ്റർ ഏകദേശം ഒരു 10 മിനിറ്റ് തന്നെ നമ്മുടെ ഈ ഉദ്ഘാടന പരിപാടിക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ കാത്തിരുന്ന് ഓൺലൈനിൽ തന്നെ നേരിട്ട് കുന്നംകുളം യൂണിയൻ ക്രിസ്ത്യൻ സുവിശേഷ സംഘത്തിന്റെ 75-ാം വാർഷികത്തോടനുബന്ധിച്ച് പാട്ടിന്റെ പട്ടുനൂൽ എന്ന പേരിൽ സംഗീത നിശ സംഘടിപ്പിക്കുന്നു. ഞായറാഴ്ച വൈകിട്ട് 6 മുതൽ 8:30 വരെ യൂണിയൻ ഗ്രൗണ്ടിലാണ് സംഗീത നിശ നടക്കുക. കുന്നംകുളം പശ്ചാത്തലമുള്ള മൺമറഞ്ഞ ഗാനരചയിതാക്കളുടെ ഗാനങ്ങളും മരാമൺ കൺവെൻഷനിലെ ആർപ്പിൻനാദം ഉയരുന്നിത എന്ന പ്രശസ്ത ഗാനത്തിന്റെ രചയിതാവായ ജോർജ് കോശിയുടെ ഗാനങ്ങളും യൂണിയൻ ക്രിസ്ത്യൻ സുവിശേഷ സംഘത്തിലെ പൂർവികർ രചിച്ച ഗാനങ്ങളും പശ്ചാത്തല വിവരണത്തോടെ അവതരിപ്പിക്കും. ജോർജ് കോശി മൈലപ്ര ആത്മീക ഭാഷണം നടത്തും. പഴഞ്ഞി സ്വദേശി ജെയ്സൺ ജോബ് നേതൃത്വം നൽകുന്ന ഫേവറേറ്റ് മെലഡിയും യൂണിയൻ ഗായക സംഘവും ഗാനങ്ങൾ ആലപിക്കും. വേലൂർ മണിമലർക്കാവ് കുതിരവേല എന്നാൽ ശില്പി വേലൂർ ജോൺസന്റെ ശില്പചാരുതയുടെ നേർസാക്ഷ്യമായിരുന്നു. അകാലത്തിൽ അന്തരിച്ച പിതാവിന്റെ ഓർമ്മയ്ക്കായി മണിമലർക്കാവ് കുതിരവേല നടക്കുന്ന വേളയിൽ 3D റിലീഫ് വർക്കൊരുക്കി പിതൃസ്മരണയുണർത്തുകയാണ് ശില്പി ജോൽസൺ വേലൂർ. മണിമലർക്കാവ് ക്ഷേത്രത്തിൽ ഉത്സവ കുതിരകൾ വന്നിരുന്ന കാലത്ത് കാർഡ്ബോർഡ് പെട്ടി കുതിരകളായിരുന്നു വേലയ്ക്ക് എഴുന്നള്ളിച്ചിരുന്നത്. എന്നാൽ ഇത് എളുപ്പം ചിതലരിച്ച് നശിച്ചു പോകുന്നവയുമായിരുന്നു. വർഷാവർഷം ഭാരിച്ച സാമ്പത്തിക ബാധ്യതയാണ് ഓരോ ഉത്സവ കമ്മിറ്റികൾക്കും കുതിരകളുടെ പുനർനിർമ്മാണം വരുത്തിവെച്ചിരുന്നത്. ഇതിന് പരിഹാരമായാണ് 1982, 1995 വർഷങ്ങളിൽ വാഞ്ചുനഗർ കുതിര സമുദായത്തിനു വേണ്ടി ശില്പി ജോൺസൺ ഫൈബർ ഗ്ലാസിൽ കുതിരകളെ നിർമ്മിച്ചത്. 1982 മണിമലർക്കാവിലെ വേലയ്ക്കെത്തുന്ന കുതിരയെ നിർമ്മിച്ചുകൊണ്ടാണ് ജോൺസൺ ശില്പകലാലോകത്തേക്ക് പ്രവേശിച്ചത്. ഫൈബർ ഗ്ലാസിൽ കേരളത്തിലെ ശില്പികൾ അധികം ശില്പങ്ങൾ ചെയ്തു തുടങ്ങാത്ത കാലത്താണ് ജോൺസൺ ഈ പുത്തൻ പരീക്ഷണത്തിന് തയ്യാറായത്. 30 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത അതേ ഫൈബർ കുതിര തന്നെയാണ് ഈ വർഷവും മണിമലർക്കാവിലേക്ക് എത്തുന്നത്. 3 ഫൈബർ കുതിരകളും 2 പേപ്പർ പൾപ്പ് കുതിരകളും ജോൺസൺ നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. ആദ്യം ഒരു സ്കെച്ച് തയ്യാറാക്കി പിന്നീട് സിമെൻറ്റ് ഉപയോഗിച്ച് പ്രാവശ്യം ഒരു ലെയർ പ്രൊജക്റ്റ് ചെയ്ത് നമ്മൾ ഈ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിക്കും. അതിനുശേഷം അതിൻ്റെ ഫൈനൽ മിനുക്കുപണിയും കാര്യങ്ങളും ചെറിയ ഫിനിഷിംഗ് പരിപാടികളും കഴിഞ്ഞ് ഒരു ബേസ് നമ്മൾ ഈ ടെറാക്കോട്ട കളർ അടിച്ചതിന് ശേഷം ഗോൾഡൻ ഷെയ്ഡ് കൊടുക്കുന്നതാണ് ഇതിൻ്റെ ഒരു. ഭാരക്കുറവും കൂടുതൽ കാലം കേടുകൂടാതെ ഇരിക്കുമെന്നതുമായിരുന്നു ഫൈബർ കുതിരകളുടെ മേന്മ. മതിലിൽ ശില്പനിർമ്മാണം നടത്തുവാൻ തീരുമാനിച്ചപ്പോൾ ജോൽസൺ പിതാവിൻ്റെ ഇഷ്ടവർക്കായ കുതിരയെ തന്നെയാണ് തിരഞ്ഞെടുത്തത്. ആദ്യം ചുവരിൽ കുതിരയുടെ സ്കെച്ച് വരയ്ക്കുകയും പിന്നീട് ഘട്ടം ഘട്ടമായി സിമൻറ്റിൽ ഓരോ ലെയർ വീതം നിർമ്മിക്കുകയും ശില്പം 3D പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടാണ് പൂർത്തീകരിച്ചത്. പിന്നീട് ശില്പത്തിൻ്റെ ഫിനിഷിങ്ങും ഡീറ്റെയിലിങ്ങും ചെയ്ത് ടെറാക്കോട്ട കളർ ബേസായി പെയിൻറ് ചെയ്ത് ഗോൾഡൻ കളറാണ് നൽകിയിരിക്കുന്നത്. കുതിരയുടെ ശില്പവും അനുബന്ധമായി ദേശീയ പക്ഷിയെയും നിർമ്മിച്ചിരിക്കുന്നു. ശില്പ ചിത്രരചനയിൽ പിതാവിൻ്റെ പാത തുടരുന്ന യുവശില്പി വേലൂർ ജോൾസൺ ഈ കുതിരവേലയ്ക്ക് സ്വന്തം മതിലിൽ കുതിരയുടെ ചിത്രം 3D റിലീഫ് വർക്ക് ചെയ്താണ് പിതൃസ്മരണ പുതുക്കുന്നത്.
2026-27 വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി കടവല്ലൂർ പഞ്ചായത്തിൽ വികസന സെമിനാർ നടത്തി. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സെമിനാർ കേരള ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം എം ബാലാജി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ധർമ്മൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ 2026-27 വർഷത്തെ കരട് പദ്ധതി രേഖയുടെ പ്രകാശനവും നടത്തി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു ടീച്ചർ പദ്ധതി വിശദീകരണം നടത്തി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പ്രഭാത് മുല്ലപ്പള്ളി, ഹസീന അഷ്റഫ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ ജില്ലാ കേരളോത്സവത്തിൽ കടവല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ചൊവ്വന്നൂർ ബ്ലോക്കിനെ പ്രതിനിധീകരിച്ച് ആർച്ചറിയിൽ 1ാം സ്ഥാനം ലഭിച്ച റോഷനും യോഗയിൽ 2ാം സ്ഥാനം ലഭിച്ച അതുൽ കൃഷ്ണയ്ക്കും ഉപഹാരം നൽകി അനുമോദിച്ചു. യോഗത്തിന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KM സലീം സ്വാഗതവും സെക്രട്ടറി KR രേഖ നന്ദിയും പറഞ്ഞു. ഗുരുവായൂർ നഗരസഭയിൽ ഹെൽത്തി കേരള ഫീൽഡ് ക്യാമ്പയിൻ നടത്തി. ആരോഗ്യമേഖലയിൽ നടത്തുന്ന സേവനങ്ങളെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം ഉണ്ടാക്കാനായി പൂക്കോട്, തൈക്കാട് നഗര കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ സംയുക്തമായാണ് ക്യാമ്പയിൻ നടത്തിയത്. നഗരസഭ ഓഫീസ് പരിസരത്ത് ജീവിതശൈലി രോഗനിർണയ ക്യാമ്പ്, ഫ്ലാഷ് മോബ്, ആരോഗ്യ സേവനങ്ങളുടെ പ്രദർശനം എന്നിവയുണ്ടായിരുന്നു. നഗരസഭ സ്ഥിരം സമിതി ചെയർമാൻ V. അനൂപ് ഉദ്ഘാടനം ചെയ്തു. പൂക്കോട് ഹെൽത്ത് ഇൻസ്പെക്ടർ സോണി വർഗീസ് അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രതി ജനാർദ്ദനൻ, കൗൺസിലർമാരായ P. രമേശ്, ആതിര രതീഷ്, സിനിഷ അനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട CDS അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. കുടുംബശ്രീ ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ട ഷീജ സുരേഷാണ് ആദ്യമായി സത്യപ്രതിജ്ഞ ചെയ്തത്. റിട്ടേണിംഗ് ഓഫീസർ CDPO ബേബി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് വൈസ് ചെയർപേഴ്സൺ KB ബബിത ഉൾപ്പെടെയുള്ള അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. ഇവർക്ക് ഷീജ സുരേഷ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്നു നടന്ന അനുമോദന യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് കൊടുമ്പിൽ മുരളി അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ PM സജി, സ്വപ്ന പ്രദീപ്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ VV വിവേക്, രാജി സോമൻ, പ്രഭിത ബാലകൃഷ്ണൻ, പഞ്ചായത്ത് അംഗങ്ങളായ NK കബീർ, ഗീതു പ്രകാശ്, ഷീജ അനന്തൻ തുടങ്ങിയവർ സംസാരിച്ചു. പക്ഷി നിരീക്ഷകരുടെ കൂട്ടായ്മയായ തൃശൂർ കോൾ ബേഡേഴ്സ് കളക്റ്റീവിന്റെ ആഭിമുഖ്യത്തിൽ മന്നേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ തൃശൂർ പൊന്നാനി കോൾനിലങ്ങളുടെ ജൈവ വൈവിധ്യത്തെ ആസ്പദമാക്കിയുള്ള ഫോട്ടോഗ്രാഫി പ്രദർശനം നടത്തി. അന്തർദേശീയ പ്രാധാന്യമുള്ള റാംസർ സൈറ്റിൽ ഉൾപ്പെട്ട കോൾനിലങ്ങളുടെ പ്രാധാന്യവും ദേശാടകരായി വരുന്ന പക്ഷികളെക്കുറിച്ചും വിശദമായി മനസ്സിലാക്കുന്നതിനാണ് ചിത്ര പ്രദർശനം സംഘടിപ്പിച്ചത്. മന്നേരി സ്കൂൾ പ്രധാനാധ്യാപിക V. ഇന്ദു ഉദ്ഘാടനം ചെയ്തു. ജൈവവൈവിധ്യ ആൽബം നിർമ്മാണ മത്സരത്തിൽ വിജയികളായ കുട്ടികൾക്കുള്ള സമ്മാനവും ചടങ്ങിൽ വിതരണം ചെയ്തു. പക്ഷി നിരീക്ഷകരായ CP സേതുമാധവൻ, സുധ ടീച്ചർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു. എളവള്ളി ശ്രീദുർഗ ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം ഞായറാഴ്ച ആഘോഷിക്കും. പഞ്ചവാദ്യവും ചെണ്ടമേളവും നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാരും വിവിധ നാടൻ കലാരൂപങ്ങളും അണിനിരക്കുന്ന പൂരമഹോത്സവം ഉത്സവപ്രേമികളുടെ മനം നിറയ്ക്കും. CCTV പ്രാദേശികം ചാനലിൽ പൂരമഹോത്സവത്തിന്റെ തത്സമയ സംപ്രേഷണമുണ്ടായിരിക്കും. പൂരമഹോത്സവ ദിവസം പുലർച്ചെ നട തുറക്കലിന് ശേഷം 4 മണിക്ക് നിർമ്മാല്യ ദർശനം, 4:30 അഭിഷേകം, മലർദിവേദ്യം, 5:45 ഗണപതി ഹോമം, 6 മണിക്ക് ഉഷപൂജ എന്നിവയുണ്ടാകും. ക്ഷേത്രം തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട്, മേൽശാന്തി കിള്ളിമംഗലം മനോജ് നമ്പൂതിരി എന്നിവർ ക്ഷേത്ര ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കും. 10 മണിക്ക് ഉച്ചപൂജയ്ക്ക് ശേഷം 1 മണിക്ക് ദേവസ്വം പൂരം എഴുന്നള്ളിക്കും. ഗജരാജൻ പാമ്പാടി സുന്ദരൻ ഭഗവതിയുടെ തിടമ്പേറ്റും. മേളത്തിന് കലാമണ്ഡലം രതീഷും പഞ്ചവാദ്യത്തിന് പരക്കാട് മഹീന്ദ്രന്മാരാരും പ്രമാണിത്വം വഹിക്കും. പ്രാദേശിക കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള എഴുന്നള്ളിപ്പുകൾ ദേശങ്ങളിൽ ചുറ്റി ക്ഷേത്രത്തിലെത്തിയ ശേഷം 5:30 കൂട്ടിയെഴുന്നള്ളിപ്പുണ്ടാകും. വൈകിട്ട് 6:30 ദീപാരാധനയെ തുടർന്ന് ദേശകമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ശിങ്കാരിമേളം, ബാൻഡ് സെറ്റ്, ചെണ്ടമേളം, പഞ്ചവാദ്യം അകമ്പടിയായി വിവിധ കലാരൂപങ്ങൾ ക്ഷേത്രത്തിനു മുന്നിൽ സജ്ജമാക്കിയ പന്തലിലെത്തി സമാപിക്കും. തുടർന്ന് കേളി, അത്താഴപൂജ എന്നിവയ്ക്ക് ശേഷം രാത്രി 10:30 കലാമണ്ഡലം മുകേഷ്, ഗുരുവായൂർ നിരഞ്ജൻ എന്നിവർ നേതൃത്വം നൽകുന്ന ഡബിൾ തായമ്പക അരങ്ങേറും. ഉത്സവദിനത്തിൽ രാവിലെ 6 മുതൽ 10:30 വരെയും വൈകിട്ട് 5:50 മുതൽ 7 മണി വരെയും പറനിറപ്പിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ CM ശ്രീരാഗ്, പ്രദീപൻ, CD രഞ്ജിത്ത് എന്നിവർ നേതൃത്വം നൽകും. കാട്ടകമ്പാൽ പഞ്ചായത്തിൽ വേനൽക്കാല രോഗങ്ങൾക്കെതിരെ മുന്നൊരുക്കങ്ങളും പ്രതിരോധ പ്രവർത്തനങ്ങളും നടത്തുന്നതിന് ക്യാമ്പയിൻ സംഘടിപ്പിച്ചു.
പ്രസിഡന്റ് കെ ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് മിനി ടീച്ചർ അധ്യക്ഷത വഹിച്ചു. പഴഞ്ഞി സാമൂഹികാരോഗ്യ കേന്ദ്രം ഹെൽത്ത് സൂപ്പർവൈസർ സുരേഷ് ബാബു പ്രതിരോധ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ.എം. റസാഖ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം.പി. രാജൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശൈലജ അരുൺദാസ്, വാർഡ് മെമ്പർ ഡോക്ടർ പ്രവീൺ, ഡോക്ടർ നിഖിൽ ജോസ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ജയശ്രീ കെ.യു എന്നിവർ സംസാരിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആരോഗ്യ പ്രവർത്തകർക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ. ശങ്കർ ക്ലോറിനേഷൻ നടപടികൾ ആരംഭിക്കാൻ കർശന നിർദ്ദേശം നൽകി. അരുവായി പൂരത്തിന് മുന്നോടിയായി ഏരിയയിലെ മുഴുവൻ കിണറുകളും ക്ലോറിനേഷൻ ചെയ്യാൻ നിർദ്ദേശം നൽകുകയും ക്ലീൻ ഗ്രീൻ കാട്ടകാമ്പാൽ എന്ന പദ്ധതിയുടെ ഭാഗമായി മാലിന്യമുക്ത പഞ്ചായത്തായി പഞ്ചായത്തിനെ മാറ്റുന്നതിനു വേണ്ട നടപടികൾ ഉണ്ടാകുമെന്നും പ്രസിഡന്റ് യോഗത്തിൽ വ്യക്തമാക്കി. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ലഘുലേഖകൾ അടിച്ചു വിതരണം ചെയ്യാനും വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ പുരോഗതികൾ വിലയിരുത്താനും യോഗം തീരുമാനിച്ചു. പഞ്ചായത്ത് മെമ്പർ, വിവിധ വകുപ്പുകളിലെ ഡോക്ടർമാർ, പഴഞ്ഞി സാമൂഹികാരോഗ്യ കേന്ദ്രം പൊതുജനാരോഗ്യ വിഭാഗം ജീവനക്കാർ, സ്കൂളിലെ പ്രധാനാധ്യാപകമാർ, ആശാ വർക്കർ, അംഗനവാടി വർക്കേഴ്സ്, സന്നദ്ധ സേനാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. വടക്കേക്കാട് കപ്പിളിയങ്ങാട് ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണിക്ക് തുടക്കമായി. രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളുണ്ടായി. രാത്രി ക്ഷേത്രത്തിന്റെ 21 ദേശങ്ങളിൽ നിന്ന് നാട്ടുതാലം എഴുന്നള്ളിക്കും. താലങ്ങൾ അശ്വതിവേല ദിവസമായ ഞായറാഴ്ച പുലർച്ചെ ക്ഷേത്രത്തിൽ സംഗമിച്ച് കൂട്ടിയെഴുന്നള്ളിപ്പ് നടത്തും. വൈകിട്ട് 6-ന് മേലേക്കാവിലെയും താഴത്തേക്കാവിലെയും കോമര സംഗമം. തുടർന്ന് കരിങ്കാളി, മൂക്കൻ ചാത്തൻ തുടങ്ങിയ നാടൻ കലാരൂപങ്ങളുടെ അകമ്പടിയോടെ വേലകയറ്റം. രാത്രി 7:30-ന് മൂവാറ്റുപുഴ ഏഞ്ചൽ വോയ്സിന്റെ ഗാനമേളയും അരങ്ങേറും. തിങ്കളാഴ്ച രാവിലെ വിശേഷാൽ പൂജകൾ, തുടർന്ന് പട്ടും താലിയും ചാർത്തൽ, പറവെപ്പ് എന്നിവയുണ്ടാകും. 3-ന് തട്ടിന്മേൽ കളി നടക്കും. വൈകിട്ട് തിറ, തെയ്യം എന്നിവയുടെ കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കും. മമിയൂർ LF കോളേജിൽ അനുമോദന സദസ്സ് നടത്തി. യോഗത്തിൽ പ്രിൻസിപ്പൽ ഡോക്ടർ ജെ. ബിൻസി അധ്യക്ഷയായി. ബിഗ് ബോസ് താരം TA അനീഷ് മുഖ്യാതിഥിയായിരുന്നു. 2026-ലെ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത സർജന്റ് M. അനശ്വര, വീക്ഷിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗ് ജേതാവ് സ്നിഗ്ധ ശ്രീലക്ഷ്മി സുനീത്, ഡിസോൺ പ്രതിഭ, ഗോപിക, ഡിസോൺ കലോത്സവ വിജയികൾ, സ്കോളർഷിപ്പ് ജേതാക്കൾ, വർണിക കലാമേളയിലെ വിജയികൾ എന്നിവരെ ആദരിച്ചു. കരിയർ ലോഞ്ചിൽ തൊഴിൽ വാഗ്ദാനം ലഭിച്ചവർക്ക് ഓഫർ ലെറ്റർ വിതരണം ചെയ്തു. യൂണിയൻ ചെയർപേഴ്സൺ CF അമാന, പ്ലേസ്മെന്റ് ഓഫീസർ ലിൻസൺ, പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ ജൂലി ഡൊമിനിക് തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,600 രൂപ. സ്വർണം പവന് 1,16,800 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 275 രൂപ. ചരമം. കുന്നംകുളം ചൊവ്വന്നൂർ തേർമഠം ലൈനിൽ കോലോത്തുപറമ്പിൽ ശമുവേൽ മകൻ വർഗീസ് നിര്യാതനായി. 74 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 4:30-ന് ആർത്താറ്റ് സിംഹാസനപ്പള്ളി സെമിത്തേരിയിൽ നടത്തും. ലിസി ഭാര്യയും അഭിലാഷ്, ആനന്ദ്, ആശ എന്നിവർ മക്കളുമാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.